ഹായ്, എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഇന്ന് ശിവരാത്രിയാണ്. ഞാൻ പച്ചക്കുപ്പികളെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ ശിവരാത്രിയും പച്ചക്കുപ്പികളും തമ്മിലും ഒരു ബന്ധമുണ്ട്. അതെന്താണെന്നല്ലേ, ഒരു കുട്ടി സ്റ്റോറിയാണ്. അപ്പോൾ ചിലപ്പോൾ ഈ സ്റ്റോറി കേട്ട് കഴിയുമ്പോൾ കുറേ പേർക്ക് ഈ സ്റ്റോറി അറിയാമായിരിക്കും, കുറേ പേർക്ക് അറിയില്ല. സോ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയ ചെറിയൊരു അറിവാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാനും ഇതേപോലെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് വഴിയാണ് കേട്ടോ ഈ ഒരു അറിവ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതേപോലെ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. നമ്മുടെ മഹാദേവനെയും പാർവതിയെയും കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ പാർവതി ദേവിയെ കാണാൻ വേണ്ടി ദേവന്മാരും ദേവികളും ഒക്കെ ഭയങ്കര വിലപിടിപ്പുള്ള സമ്മാനങ്ങളായിട്ട് നമ്മുടെ പാർവതി ദേവിയെ കാണാൻ പോവാണ്. അപ്പം നമ്മുടെ മഹാദേവൻ്റെ കയ്യിൽ ദേവിക്ക് കൊടുക്കാൻ എന്തെങ്കിലും വേണ്ടേ? സന്യാസി ജീവിതം നയിക്കുന്ന നമ്മുടെ മഹാദേവന് എന്ത് കൊടുക്കാൻ പറ്റും? അപ്പം മഹാദേവൻ സ്വന്തമായി പച്ചക്കുപ്പിവള ഉണ്ടാക്കിയിട്ട് പാലസിലോട്ട് ദേവിയെ കാണാൻ വേണ്ടി വേഷം മാറിയിട്ട് പോവുകയാണ്. അപ്പം അങ്ങനെ ഈ പച്ചക്കുപ്പിവള ദേവിൻ്റെ കയ്യിലിട്ട് കൊടുത്ത ഉടനെ തന്നെ ദേവിക്ക് മനസ്സിലാവുകയാണ് തൻ്റെ പ്രാണനാഥനായ തൻ്റെ മഹാദേവൻ ശിവനാണ് എന്നെ കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മഹാദേവൻ പാർവതിയോട് പറയുകയാണ്, ഈ പച്ചക്കുപ്പിവള ഇത് നിൻ്റെ മാരേജിൻ്റെ അടയാളമാണ് എന്നത്. അപ്പം പ്രാണനാഥൻ മഹാദേവൻ പാർവതി ദേവിക്ക് ഭയങ്കര വിലപിടിപ്പുള്ള സമ്മാനമായി കൊടുത്തതാണല്ലോ ഈ പച്ചക്കുപ്പിവള. അപ്പോൾ പിന്നെ ദേവിക്ക് ഇന്നും അതൊരു പ്രിയപ്പെട്ടതായിരിക്കില്ലേ? അപ്പോൾ ഈ ശിവരാത്രിക്ക് ഈ വീഡിയോസ് കാണുന്ന കല്യാണം കഴിഞ്ഞ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ഈ ശിവരാത്രിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പച്ചക്കുപ്പിവള കൊടുക്കുകയാണെങ്കിൽ അതൊരു നല്ലൊരു, എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന, ഈ ഒരു സ്റ്റോറി അറിയുന്ന ഇഷ്ടപ്പെട്ട ഒരു വലിയൊരു ഗിഫ്റ്റ് തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ എൻ്റെ ഈ കുട്ടി സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടി മഹാശിവരാത്രി ആശംസകൾ.